റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടക്കുന്ന സമാധാന നീക്കങ്ങൾക്കിടയിൽ വീണ്ടും കടുത്ത ആരോപണങ്ങളും മുന്നറിയിപ്പുകളും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാക്കാത്ത പക്ഷം റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം റഷ്യ തന്നെയാണ് ഉച്ചകോടി തടയുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിച്ചു. സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിന്റെ ഭാവി മാറ്റിമറിക്കാനിടയാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം വേണം, അല്ലെങ്കിൽ റഷ്യൻ സാമ്പത്തിക മേഖലയ്ക്കും പ്രതിരോധ മേഖലയ്ക്കും കടുത്ത തിരിച്ചടികൾ നൽകുമെന്നതാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിക്കുന്നത് റഷ്യ തന്നെയാണ് സമാധാന ചർച്ചകൾ തടയുന്നതെന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും നോ പറയുകയാണ് റഷ്യ എന്നതുമാണ്. സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പോലും മോസ്കോ താൽപര്യം കാണിക്കാത്ത സാഹചര്യമാണിപ്പോൾ. അതേസമയം യുക്രൈൻ തന്നെയാണ് സമാധാന ചർച്ചകൾ രാഷ്ട്രീയ കളിയാക്കുന്നതെന്ന് റഷ്യ മറുപടി നൽകി. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സെലൻസ്കി തന്നെയാണ് യഥാർത്ഥത്തിൽ ചർച്ചകളെ തടയുന്നതെന്നും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്മർദ്ദം കൊണ്ടാണ് യുക്രൈൻ കടുത്ത നിലപാട് എടുക്കുന്നതെന്നുമാണ്. 2022 തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 3.5 വർഷം പിന്നിടുകയാണ്. ആദ്യഘട്ടത്തിൽ കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ എങ്കിൽ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആക്രമണം വ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക നേരിട്ട് ഇടപെട്ടതിന് പിന്നാലെ റഷ്യ ആക്രമണം കടുപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒറ്റ രാത്രിയിൽ 574 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിച്ചതായി വ്യോമസേന സ്ഥിരീകരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമാക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ യുദ്ധം ശക്തമാക്കുന്നതോടെ സാധാരണ ജനങ്ങളുടെ ദുരന്തം കൂടി വരാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ യുക്രൈനിലെ നിരവധി പട്ടണങ്ങളിൽ വൈദ്യുതി, വെള്ളം, അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലായിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേർ വീടുകൾ വിട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്നു. സ്ത്രീകളും കുട്ടികളും ബങ്കറിലേക്ക് മാറിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ മനുഷ്യാവകാശ പ്രതിസന്ധി ദിവസേന ഗുരുതരമാകുന്നു. അമേരിക്കൻ മുന്നറിയിപ്പുകൾ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുമെങ്കിലും റഷ്യ തന്റെ സൈനിക നിലപാട് മാറ്റാൻ സാധ്യത കുറവാണെന്നും ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിച്ചാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ അത് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ പരസ്പര ആരോപണങ്ങളിലും മുന്നറിയിപ്പുകളിലും കുടുങ്ങിക്കിടക്കുകയാണ്. അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പും റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണവും ചേർന്ന സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. 3.5 വർഷം നീളുന്ന ഈ യുദ്ധം എത്ര കാലം കൂടി തുടരുമെന്ന് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങളും നയതന്ത്ര ശ്രമങ്ങളും ഇല്ലാതെ സാധാരണ ജനങ്ങൾക്ക് സമാധാനം എത്രയും അകലെയാണെന്ന് മാത്രമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. റഷ്യയുടെ ശക്തമായ ആക്രമണങ്ങൾക്കിടയിലും യുക്രൈനിൽ ആയുധ സഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഉയരുന്നു. പോളണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ പ്രതിരോധ സഹായം പ്രഖ്യാപിക്കുമെന്ന് സൂചനകളുണ്ട്. എന്നാൽ ദീർഘകാലം തുടർന്നാൽ ഈ സഹായം യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭാരവും വർദ്ധിക്കുമെന്ന ആശങ്കയും നിലകൊള്ളുന്നു. യുദ്ധം തുടരുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര റെഡ് ക്രോസും യുക്രൈനിലെ മാനുഷിക സഹായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ സുരക്ഷാ ഭീഷണി കാരണം പല സഹായ കൺവോയ്കളെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് അതിർത്തി കടന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒഴുകുന്നത്. റഷ്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഉപരോധങ്ങൾ പ്രധാനമായും ഊർജ്ജ മേഖലയെയും ബാങ്കിംഗ് മേഖലയും ലക്ഷ്യമാക്കുന്നതാണ്. ഇതോടെ റഷ്യയുടെ എണ്ണവാതക കയറ്റുമതിയെയും വിദേശ ഇടപാടുകളെയും ഗുരുതരമായി ബാധിക്കാനാണ് സാധ്യത. ആഗോള ഊർജ്ജവില വീണ്ടും ഉയരാനും അതുവഴി ലോകമെമ്പാടുമുള്ള വിപണികൾക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മൊത്തത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം ദക്ഷിണേഷ്യ മുതൽ യൂറോപ്യൻ യൂണിയൻ വരെയുള്ള നിരവധി മേഖലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. എണ്ണവിലയിൽ അനിശ്ചിതത്വം മുതൽ ആഗോള വിപണിയിലെ ഇടിവ് വരെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിലെ എല്ലാ മൂലയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.